ഒരു പിൻസീറ്റ് ഡ്രൈവിങ്ങിനെ കുറിച്ച് 5 വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിരുന്നു. ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് ഭയപ്പെട്ടിരുന്നു. ഒരു കണ്ണുരുട്ടുന്ന ഒരു പാർട്ടി സെക്രട്ടറി, കുറച്ച് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. എന്നോട് അവരാരും കണ്ണുരുട്ടിയില്ല. അതെനിക്ക് തോന്നുന്നു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു അവസരം കൊടുക്കാത്തതുകൊണ്ടാവും. കണ്ണുരുട്ടുവോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ സ്വരത്തിൽ സംസാരിക്കുമോ അങ്ങനെയൊന്നും എന്നോട് ആരും ചെയ്തിട്ടില്ല ശരിക്ക്. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് മാത്രമല്ല, നിസ്സംഗത കാണിക്കുമ്പോൾ ഞാൻ വളരെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാര്യങ്ങളാണ് എന്ന രീതിയിൽ തോന്നിയത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു ഗൗരവം തരുന്നില്ല അതിനാരും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? വലിയൊരു കാര്യമല്ലേ പറയണത്, അതൊക്കെ നടപ്പാക്കേണ്ടതാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വിഷമില്ല രഞ്ജിത്ത്. എന്താണെന്ന് വെച്ചാൽ അത്രയേറെ കാര്യങ്ങൾ വേറെ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ, നവകേരളത്തിൽ വന്നുപെട്ട പുതിയ പദ്ധതികൾ, അതൊക്കെ എന്തൊരു വലിയ മാനത്തിലേക്കാണ് പോയത്. ക്ഷേമകാര്യം എന്തൊരു വലിയ തലത്തിലേക്കാണ് പോയത്. സാധാരണ ഈ ക്ഷേമകാര്യത്തിലെ ചെയർമാനൊന്നും ചെയ്യാനുണ്ടാവില്ല എന്ന് അത്ര എല്ലാവരും പറയാറ്. ദിവാരേട്ടൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വെറ്ററൻ പൊളിറ്റീഷ്യൻ, ഞാൻ അയാൾ അതാ പറയുക. അങ്ങനെയുള്ള ഒരാൾ, ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു കൗൺസിലർ, അദ്ദേഹത്തെ അത് അതിമനോഹരമായി കൊണ്ടുപോകാനും വ്യത്യസ്തമായ രീതിയിൽ അതെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നു. ദിവാരേട്ടൻ എന്തൊരു പ്രോജക്റ്റ് പറയുമ്പോഴും അതിനകത്ത് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിച്ചിരുന്നു.